വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ അതില്ലാതെ വയ്യം നെഞ്ചോരം. എങ്ങനെയാടാ മരിച്ചു കഴിഞ്ഞാലും നല്ലൊരു പേര് കേൾക്കും, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ ഈ ജീവിച്ചിരുത്തുമ്പോൾ കുറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ചിന്താഗതി അതും പോയി കിട്ടി. സത്യം പറഞ്ഞാൽ അതും ഇല്ല. ഇനി മരിച്ചാലും ആ ഒരു ഇക്കണ പേര് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരിടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും സമ്മതിച്ചു കൊടുക്കണം. എങ്ങനെയാടാ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥ ഒരാൾ മരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനെ ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഒരു കഥാപാത്രമാക്കിയിട്ട് വീണ്ടും അദ്ദേഹം മണ്ണോട് മണ്ണ് ചേർന്ന് നിന്നതോടുകൂടി മണ്ണോട് മണ്ണായി ആ ഒരു വ്യക്തി വീണ്ടും അദ്ദേഹത്തിന് വീഡിയോ എടുത്ത് ഇതുപോലെ ചെയ്യുക എന്ന് പറയുക. ഒന്നല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും വിടുക. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല. തനിക്ക് ഈ പറഞ്ഞവർക്ക് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇന്നൊരു സത്യം പറഞ്ഞാൽ ഒരു ജോക്കർ കഥാപാത്രം തന്നെയായിരുന്നു ആ ഒരു വ്യക്തി. ഇന്ന് പലവരും അത് തന്നെയാണ്, ജോക്കർ കഥാപാത്രമാണ്. മറ്റുള്ളവർക്ക് പരിഹസിക്കാനും ചിരിക്കാനും ഉള്ളൊരു കഥാപാത്രം തന്നെയാണ് എല്ലാവരും. അങ്ങനെയാണ് പലവരും വളർന്നു വന്നിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ തെറ്റ് പറയുന്നത്. അദ്ദേഹം ജീവനോടുള്ളപ്പോൾ അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിന് പോലും അറിയാം ഞാൻ അങ്ങനെ പരിഹസിക്കപ്പെടുന്നുണ്ട്. എന്നാലും അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ചിരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ ഒരുപാട് പേര് തമാശക്ക് അങ്ങോട്ട് കൂടി പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നാലെ പോയി ഇത്രയും മോശമായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റും ഈ ഒരു പോസ്റ്റും ഈ ലെറ്റർ എഴുതിയേക്കുന്നതൊക്കെ കാണുമ്പോഴല്ലേ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നോർമലി ഇന്ന് വ്ളോഗ് ചെയ്ത ഒരു വ്യക്തിയായിട്ടല്ല എനിക്ക് തോന്നിയത്. പലപ്പോഴും അദ്ദേഹം വീഡിയോസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ഏകദേശം ഒരു കോമൺ സെൻസ് ഒരു ചെറിയ കുട്ടിക്ക് പോലും ഉണ്ടാവും. ആ ഒരു വ്യക്തി മരിച്ചു, ഇനി അദ്ദേഹത്തിനെ കുറിച്ച് എന്തിനാണ് മോശമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, അതിന് വിട്ടുകളയെ എന്നല്ലേ ചിന്തിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നു?